ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു തണ്ട് കറിയാണ് ചെയ്യാൻ പോകുന്നത്. വാഴത്തണ്ട് കറിയാണ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റിയായ ഹെൽത്തി ആയ ഒരു കറിയും കൂടിയാണ്. ഇതിനാവശ്യമായിട്ട് ഒരു കുഞ്ഞ് വാഴത്തണ്ട് എടുക്കാം. ഇനി ഇതിനെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. മുറുക്കുമ്പോൾ ചെറിയ നാറൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മളതിനെ വാഴത്തണ്ട്, വാഴക്കുഞ്ഞ് അങ്ങനെയൊക്കെ പറയും. നിങ്ങളവിടെ എന്ത് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ തണ്ട് കറി ഭയങ്കര ടേസ്റ്റി ആയ ഒരു കറിയും കൂടിയാണ്. ഈസി റെസിപ്പിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിനെ മുറിച്ചെടുക്കാം. എല്ലാത്തിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കുക. ഇത് വാഷ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് വേവാൻ വെക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല നോക്കാം. മസാല 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ടിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. ഏകദേശം തണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്കൊരു 5 മിനിറ്റ് ഇതിനെ വേവാൻ വെക്കാം. ഒരു ഈസി റെസിപ്പി കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ ജീരക, 4 വെളുത്തുള്ളി. ഇനി നമുക്ക് വേവിച്ച് വെച്ച തണ്ടിലേക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണ്ട് കറി, വാഴത്തണ്ട് കറി, കുഞ്ഞിബായ എന്ന് പറയും. ഭയങ്കര ടേസ്റ്റി ആയൊരു കറിയും കൂടിയാണ്. ഹെൽത്തി ആയ കറിയാണ്. നമ്മളവിടെ ഇത് കർക്കിടക മാസത്തിലാണ് ചെയ്യുന്നത് അധികം. അപ്പോൾ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിക്കാം. വേറൊരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കുക. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക്, 4 വെളുത്തുള്ളി, 1 മുളക്, കറി ലീവ്സ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നേരത്തെ വേവിച്ച് വെച്ച കറിയിലേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൈനലി നമ്മളെ തണ്ട് കറി ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.